ഇന്ന് 8.1 അതായത് 8ാമത്തെ ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് ആദ്യത്തെ 5 ക്വസ്റ്റ്യനാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, കാരണം ഞാൻ വളരെ ഇച്ചിരി എളുപ്പത്തിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. ഒന്നുമില്ല, അതിലാണ് ബേസിക്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ചെറിയൊരു വീഡിയോ ചെയ്തത് കേട്ടോ. ബേസിക്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേൾക്കണം കേട്ടോ. അത് കേട്ടാൽ നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജാണ്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇപ്പം ഞാൻ എഴുതാൻ പോകുന്ന കാര്യങ്ങളുടെ എല്ലാ കാര്യം നേരത്തെ വീഡിയോയിലാണ് പറയുന്നത്. ഇതിൽ കണ്ടാലും മതി, ബട്ട് നേരത്തെ അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ കിട്ടും. ഒരു 5 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോയാണ്. അപ്പോൾ ഒന്ന് കണ്ടുപോകും കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് വന്നാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ. ഈ ചാപ്റ്ററിൽ ഈ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസിൽ എപ്പോഴും ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എപ്പോഴും ഏരിയ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ പല രീതിയിൽ നമ്മൾ ഏരിയ കണ്ടുപിടിക്കും. ക്വസ്റ്റ്യനിൽ പല കണ്ടീഷൻസ് കൊടുത്തേക്ക്, ആ കണ്ടീഷൻസ് എല്ലാം ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കും. അതാണ് പരിപാടി. അപ്പോൾ നോക്കാം. When the area of the region bounded by the curve y square is equal to x. കർവ് ശ്രദ്ധിക്കുക, y square is equal to x എന്ന് പറഞ്ഞ കർവാണ്. അതായത് y square is equal to x എന്ന് പറഞ്ഞ കർവാണ്. ഈ കർവ് എങ്ങനെ ഇരിക്കും നോക്കിയാൽ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. y square is equal to x എന്ന് പറഞ്ഞ കർവ് ഇരിക്കുന്ന രീതി ഇങ്ങനെ ഇരിക്കും. ഇതാണ് y square is equal to x എന്ന് പറഞ്ഞ കർവ്. ആൻഡ് ദ ലൈൻ, കർവ് വരച്ചു. ലൈൻ x is equal to 1 ആൻഡ് x is equal to 4 ആൻഡ് the x axis. 3 കണ്ടീഷൻ ഉണ്ട്. x is equal to 1, sorry, x is equal to 1, x is equal to 4 and the x axis. 3 കർവ് കൊടുത്തിട്ടുണ്ട്, 3 കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. 3 കണ്ടീഷൻസ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോളെ. x is equal to 1 എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അല്ലേ? ഇതാണ് എക്സ് ആക്സിസ്. സോ എക്സ് ആക്സിസിന് 1 എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക? പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കുക. അതാണ് x is equal to 1. നമുക്കറിയാം x is equal to 1. ഓക്കെ, അടുത്തത് x is equal to 4. x is equal to 4 സംഭവം എവിടെയായിരിക്കും? കർവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. x is equal to 4 ഇവിടെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു കർവ് വരച്ചു. x is equal to 4. x is equal to 4 നമ്മളിവിടെ വരച്ചു. ആൻഡ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വേർഡ് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കാം. ആൻഡ് എക്സ് ആക്സിസ് എല്ലാ മിക്ക ക്വസ്റ്റ്യനിലും ഒന്നുകിൽ ആൻഡ് എക്സ് ആക്സിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയും. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയും. ഏതെങ്കിലും ഒരു കാര്യം ക്വസ്റ്റ്യനിൽ കാണും. ചിലപ്പോൾ കാണാതെ ഇരിക്കാം. കാണാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ എക്സ് ആക്സിസ് ഉണ്ട്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നുണ്ട് നമുക്ക്. ഇപ്പം നമ്മൾ 2 കണ്ടീഷൻസ് വരച്ചല്ലോ. അതായത് x is equal to 1 എന്ന് പറഞ്ഞ കണ്ടീഷനും വരച്ചു, അതായത് x is equal to 4 എന്ന് പറഞ്ഞ കണ്ടീഷനും വരച്ചു. സോ ഇതിനകത്തുള്ള റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷനാണ്. 2 വരയ്ക്കും ഇടയിലുള്ള പോർഷനാണ് റിക്വയർഡ് ഏരിയ. പക്ഷേ നമുക്ക് അത്രയും ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റീസൺ എന്ന് പറഞ്ഞാൽ ആൻഡ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ് ആക്സിസും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ, എക്സ് ആക്സിസിന് മുകളിലുള്ള പോർഷൻസ് മാത്രം വരച്ചാൽ മതി. ഈ ഒരു വാക്ക് പറഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഷെയ്ഡ് ചെയ്യണം? ഇത്രയും പോർഷനും കൂടെ ഷെയ്ഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. പക്ഷെ ആൻഡ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് വേണ്ടടാ? ഇത്രയും കണ്ടുപിടിക്കേണ്ട, മുകളിലത്തെ പോർഷൻ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മുടെ റിക്വയർഡ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും പോർഷനാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് കണ്ടുപിടിക്കാം, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. റിക്വയർഡ് ഏരിയ, റിക്വയർഡ് ഏരിയക്ക് പേടിക്കേണ്ട, ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ഒന്നല്ല 2 ഇക്വേഷൻ ഉണ്ട്. പക്ഷെ കൂടുതലും ഞാൻ ഒറ്റ ഇക്വേഷൻ നിങ്ങളെ പഠിപ്പിക്കത്തുള്ളൂ. ഒറ്റ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞതിൽ 2 ഇക്വേഷൻ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇക്വേഷനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഒരു ഇക്വേഷൻ മാത്രം ആലോചിക്കുക. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ വൈ ഡി എക്സ്. ഈ ഒരു ഇക്വേഷൻ അങ്ങ് ആലോചിച്ചാൽ മതി. ഇൻ്റഗ്രൽ വൈ ഡി എക്സ്. ലിമിറ്റ് എപ്പോഴും എക്സിൻ്റെ ലിമിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുള്ളത്. ക്ലിയർ ആയാലോ? ഈ ഇക്വേഷൻ വെച്ച് ഞാൻ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കോ. നോക്കിക്കോ. റിക്വയർഡ് ഏരിയ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. റിക്വയർഡ് ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ വൈ ഡി എക്സ് അല്ലേ? ലിമിറ്റ്സ് എപ്പോഴും എന്തിൻ്റെ ആയിരിക്കണം? എക്സിൻ്റെ ആയിരിക്കണം. ഓക്കെ, ഈസ് ഈക്വൽ ടു വൈ. വൈ എന്താണ്? കർവിൻ്റെ വൈ. കർവിൻ്റെ ഇക്വേഷൻ എന്താണ്? വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ? അപ്പോൾ വൈ എന്തായിരിക്കും? വൈ ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആയിരിക്കും അല്ലേ? സോ ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സ്. വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എക്സ് ആണ്. ഡി എക്സ് ഒബ്വിയസ്ലി അവിടെ ഉണ്ട്, അതന്നെ ഇടുക. ഇനി ലിമിറ്റ് എപ്പോഴും എന്താണെന്ന് ഞാൻ പറഞ്ഞു, എക്സിൻ്റെ ലിമിറ്റ്സ് നോക്കടാ. എക്സ് എവിടെ നിന്ന് എങ്ങോട്ടാണ് വേരി ചെയ്യുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു 1 ടു എക്സ് ഈസ് ഈക്വൽ ടു 4. 1 മുതൽ 4 വരെയാണ് വേരി ചെയ്യുന്നത്. 1 to 4 കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി ഇൻ്റഗ്രേഷനൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ എഴുതുക. എന്താണ് റൂട്ട് എക്സ്? റൂട്ട് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. റൂട്ട് എക്സിനെ മാറ്റി എഴുതണം. റൂട്ട് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? x raised to 1/2 എന്ന് എഴുതി കൂടെ?
റൂട്ട് എക്സിനെ നമുക്ക് എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. ഇന്റഗ്രേഷൻ ഒന്നും അല്ല, സാധാ സ്റ്റെപ്പിൽ നമുക്ക് റൂട്ട് എക്സിനെ എന്ത് എഴുതാം, എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. സോ എക്സ് റേസ് ടു 1/2 ഇൻറ്റു ഡി എക്സ്. ഇപ്പൊ ഇത് എന്ത് ഫോമിലായടാ, ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ആയില്ലേ. പറയടാ, ആലോചിച്ച് നോക്കടാ, ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്താണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എക്സ് റേസ് ടു എൻ പ്ലസ് 1/n+1. ഒരു എക്സാമ്പിൾ ചെയ്തു തരാം. ഇന്റഗ്രൽ എക്സ് ക്യൂബ്, ഇന്റഗ്രൽ എക്സ് ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് ക്യൂബ് പ്ലസ് 1, അതായത് എക്സ് ക്യൂബ് 3 + 1/3+1, അതായത് എക്സ് റേസ് ടു 4/4. ഒന്ന് ആഡ് ചെയ്ത് എഴുതിയാൽ മതി, ഒരു നമ്പർ പ്ലസ് 1 ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പം എക്സ് റേസ് ടു 1/2 ഒന്ന് ആഡ് ചെയ്താൽ എന്താ, 1/2 + 1. എന്താണ് 1/2 + 1? LCM എടുത്താൽ 1 + 3/2, അതല്ലേ, അതായത് സോറി 1 + 2/2, അതായത് 3/2. ഡിനോമിനേറ്ററിൽ എന്ത് തന്നെയാണ്, അത് തന്നെയാണ്, കാരണം ഡിനോമിനേറ്ററിൽ സെയിം ടേം ആണ്. സോ അതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടൂടാ, എക്സ് റേസ് ടു 3/2/3/2. ഓക്കെ, കിട്ടിയോ? കിട്ടി. ഇതിനെ കിട്ടുന്ന ലിമിറ്റ് ഇടാൻ മറക്കരുത്, 1 to 4. എല്ലാവരും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ആൻസർ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ ലിമിറ്റ് ഇടാൻ പിന്നെ മറന്നു, ഇന്റഗ്രേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും, പിന്നെ ലിമിറ്റ് ഇടാൻ മറന്നു. ലിമിറ്റ് ഇടണം കേട്ടോ, ലിമിറ്റ് ഇടണം. കാരണം ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ വേണം കിട്ടാൻ, ഒരു ഇക്വേഷൻ അല്ല. റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയക്ക് ഒരു ആൻസർ കിട്ടണം. ഓക്കെ, അത് ശ്രദ്ധിച്ചോളണം. സോ ഡിനോമിനേറ്ററിലെ 3/2 നമുക്ക് പുറത്തെഴുതാം 2/3 ആയിട്ട്, റെസിപ്രോക്കൽ എടുത്ത് പുറത്തെഴുതാം. എക്സ് റേസ് ടു 3/2 ഇൻറ്റു 1 to 4. എക്സിന് മാത്രം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. എന്ത് കിട്ടും, ലിമിറ്റിന്റെ ഫോമുല എന്താണെന്ന് അറിയാമോ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. 2/3 പുറത്തിട്ടു, ഡിനോമിനേറ്ററിലെ 3/2 എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുത്ത് പുറത്തിടാം, അപ്പോഴാണ് 2/3 ആവുന്നത്. എക്സ് റേസ് ടു 3/2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യും. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേളത്തെ ലിമിറ്റ് എന്താണ്, 4. എക്സിന് 4 കൊടുക്കണം, 4 റേസ് ടു 3/2 മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്, 1 റേസ് ടു 3/2. ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, വളരെ പെട്ടെന്ന് കിട്ടും, നോക്കിക്കോ. എന്താണ് 2/3, 4 റേസ് ടു 3/2. 4 റേസ് ടു 3/2 ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അതിന് 4നെ നമുക്ക് എങ്ങനെ എഴുതാം, 2² എന്ന് എഴുതി കൂടെ. 2² എന്ത് തന്നെയാണ്, 4 തന്നെയാണ്. 2² ഇൻറ്റു 3/2 എന്ന് എഴുതി കൂടെ, കാരണം അതും റേസ് ടു ആണ്. മൈനസ് 1 റേസ് എനി നമ്പർ, 1 റേസ് ടു എനി നമ്പർ ചെയ്താലും എന്ത് തന്നെ കിട്ടും, 1 തന്നെ കിട്ടും. ഇനി 2 റേസ് ടു 3/2 ചെയ്യുമ്പോൾ 2 2 കട്ട് ചെയ്തുകൂടെടാ, അപ്പം വീണ്ടും എന്ത് കിട്ടും നമുക്ക്, 2³ എന്ന് കിട്ടത്തില്ലേ. അതായത് 2/3 ഇൻറ്റു 2³ മൈനസ് 1. അപ്പൊ എന്ത് കിട്ടൂടാ, 2/3 ഇൻറ്റു 2³ എന്ന് പറഞ്ഞാൽ എന്താണ്, 8 - 1. അപ്പൊ എന്ത് കിട്ടൂടാ, 2/3 ഇൻറ്റു 7, അതായത് 14/3 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, 14/3 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ്, 14/3 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? വളരെ എളുപ്പമല്ലേ, 14/3 സ്ക്വയർ യൂണിറ്റ്സ്. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y² = 9x. അതായത് y² = 9x എന്ന് പറഞ്ഞ കർവ് എങ്ങനെ ഇരിക്കും എന്ന് അറിയാമോ? y² = 9x. ശ്രദ്ധിച്ചോളേ, y² = 9x എന്ന് പറഞ്ഞ കർവ് എങ്ങനെ ഇരിക്കും, അതായത് നേരത്തെ പോലെ തന്നെ അല്ലേ, ഒരു മാറ്റവും ഇല്ല. y² = 9x എന്ന് പറഞ്ഞാൽ അതേപോലത്തെ കർവാണ്, ഒരു മാറ്റവും ഇല്ലാത്ത കർവ്. y² = 9x അതേപോലെ വരച്ചു. ഇനി എന്റെ കണ്ടീഷൻസ് നോക്കണം. x = 2, x = 4. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലേ. x = 2 എന്ന് പറഞ്ഞ ലൈൻ എവിടെ വരും, ഒബ്വിയസ്ലി ഇവിടെ വരും എന്ന് വിചാരിച്ചു. x = 2 എവിടെ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആക്ച്വൽ പോയിന്റ് ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു റഫ് ഫിഗർ വരച്ചാൽ മാത്രം മതി. x = ഇത് ആൻഡ് എന്തെന്നും കൊടുത്തിട്ടുണ്ട്, എക്സ് ആക്സിസ് കൊടുത്തിട്ടില്ലേ. അപ്പൊ എന്താണടാ, ഫസ്റ്റ് ക്വാർട്ടറിന്റെ മാത്രം ഷെയ്ഡ് ചെയ്താൽ പോരെ. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മേളത്തെ പോർഷൻ മാത്രം നമ്മൾ ഷെയ്ഡ് ചെയ്താൽ മതി. ഇനി എന്താണ് നമ്മുടെ റിക്വയർഡ് ഏരിയ? റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർമുല നിങ്ങൾക്കറിയാം, ഇന്റഗ്രൽ എന്താണ്, y/dx. y കണ്ടുപിടിക്കേണ്ടടാ, കാരണം y² = 9x എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ y എന്തായിരിക്കും, ആലോചിക്കടാ, √9x. √9 റൂട്ട് ഉണ്ട്, 3 ആണ്. അപ്പൊ 3√x എന്ന് എഴുതി കൂടെ, എഴുതാടാ, കറക്റ്റ് ആണത്. ഇന്റഗ്രൽ y എന്താണ്, 3√x. എക്സിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യടാ. എക്സിന്റെ ലിമിറ്റ് ഏതാടാ, 2 to 4 അല്ലേ. എക്സിന്റെ വേരിയേഷൻ, എക്സ് 2 മുതൽ 4 വരെ അല്ലേ വേരി ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേടാ, ആൻസർ ആയില്ലേടാ. അതിൻ്റെ കൂടെ എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും കൂടെ ചെയ്തോളണം, ഒരു dx കൂടെ ഇട്ടോളണം. 3 ഒരു കോൺസ്റ്റന്റ് ആണ്ട് പുറത്തെടുക്കാം. 3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് എന്ത് കിട്ടും, ഇന്റഗ്രൽ √x dx 2 to 4 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? 3 ഒരു കോൺസ്റ്റന്റ് നമ്പറാണ്, അതുകൊണ്ടാണ് നമ്മൾ പുറത്തിട്ടത്. 3 ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കോൺസ്റ്റന്റ് ടേമുകൾ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കടാ, നേരത്തെ എത്തിയ അതേ സ്ഥലത്ത് തന്നെ എത്തിയില്ലേ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വേഗം ചെയ്യാം. 2 to 4 എന്താണ്, √x. നെ എങ്ങനെ എഴുതാം, x² 1/2 ഇൻറ്റു dx എന്ന് എഴുതാം. x² 1/2 ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇനി ഇന്റഗ്രൽ സൈൻ ഇടരുത്,
ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് റൈസ് ടു 3/2 ബൈ എന്താണ് 3/2 അല്ലേ? ലിമിറ്റ് ഇടാൻ മറക്കരുത് 2 to 4. അപ്പൊ 3/2 പുറത്ത് എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം. പുറത്തൊരു 3 ഉണ്ട്, അതവിടെ കിടക്കണം, അതിനെ ഒന്നും ചെയ്യരുത്. 3/2 നമുക്ക് എന്തെഴുതാം? 2/3 എന്ന് എഴുതാം. എക്സ് റൈസ് ടു 3/2 എന്താണ് 2 to 4. ഓക്കെ, ഈ പുറത്തുള്ള 3യും 3യും ക്യാൻസൽ ചെയ്തുകൂടെ? ചെയ്യാം. ബാക്കി 2 ഇൻറ്റു എന്താണ് എക്സ് റൈസ് ടു 3/2 2 to 4. ക്ലിയർ അല്ലേടാ? ഇനി ലിമിറ്റ് അപ്ലൈ. 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 റേസ് ടു 3/2 മൈനസ് 2 റേസ് ടു 3/2. ഇങ്ങനെയല്ലേ വരുന്നത്? ആലോചിച്ച് ചെയ്യണേ. 2 ഇൻറ്റു 4 നമുക്ക് എന്താ 2 സ്ക്വയർ എഴുതി കൂടെ? 2 സ്ക്വയർ ഇൻറ്റു 3/2. 2 ഇൻറ്റും കട്ട് ചെയ്യാം. മൈനസ് 2 റേസ് ടു 3/2 എങ്ങനെ ചെയ്യും? ആലോചിക്കുക. 2നെ നമുക്ക് എന്ത് എഴുതാം? 2നെ നമുക്ക് √2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ? √2 ദ സ്ക്വയറിന് √2നെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ, ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ √2 സ്ക്വയർ എഴുതാം. അതിന്റെ കൂടെ മുകളിൽ എന്തുകൊണ്ട് 3/2 ഇല്ലേടാ? അത് എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്? എനിക്ക് 2 ഇൻറ്റും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ലേ? എന്ത് കിട്ടി? 2 ഇൻറ്റു 2 ക്യൂബ് മൈനസ് √2 ക്യൂബ് എന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ? ആലോചിക്കടാ, എന്താണ് 2 ക്യൂബ്? 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 അല്ലേ? 2 ഇൻറ്റു 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 അല്ലേ? √2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? √2നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്ന √2 ക്യൂബ്. അപ്പൊ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്തായി? 2 ആയി. 2 ഇൻറ്റു √2 2 √2. 8 മൈനസ് എന്ത് കിട്ടൂടാ? 2 √2 എന്ന് കിട്ടിയ ഈ 2നെ അകത്ത് മൾട്ടിപ്ലൈ, ആൻസർ ആവും 16 മൈനസ് 4√2 സ്ക്വയർ യൂണിറ്റ്സ്. ക്ലിയർ ആയടാ? വളരെ എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ? വളരെ എളുപ്പമല്ലോ. ആലോചിച്ച് നോക്ക്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തില്ലേ? ഇച്ചിരി ലെങ്തിലാണ് എഴുതിയത്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഭയങ്കര എളുപ്പമാണ് സംഭവം. ഓക്കെ, ഭയങ്കര എളുപ്പമാണ് കേട്ടോ, ഭയങ്കര എളുപ്പം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ചെയ്യും. ഇത് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് പഠിക്കണേ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇതിന്റെ കർവ് എന്താണെടാ? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4y എന്ന് പറഞ്ഞ കർവാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കർവ് ആദ്യം വരയ്ക്കുക. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4y എന്ന് പറഞ്ഞ കർവ് ഞാൻ ഫസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കർവ് ഇതാ ഇങ്ങനെ ഇരിക്കും അല്ലേ? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4y എന്ന് പറഞ്ഞ കർവ് ഇങ്ങനെ ഇരിക്കും. കണ്ടീഷൻസ് y ഈസ് ഈക്വൽ ടു 2 ആൻഡ് y ഈസ് ഈക്വൽ ടു 4 ആണ്. y ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഏകദേശം ഇത് ഇവിടെ ആയിട്ട് എന്തോ വരും. ഇവിടെ വന്നാലും നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല. ഇതാണ് y ഈസ് ഈക്വൽ ടു 2. മൊത്തം y ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് വരും അല്ലേ? y ഈസ് ഈക്വൽ ടു 4. ഇത്രയും നേരം x ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തിരിച്ചു വരച്ചത്. ഇപ്പോൾ y ഈസ് ഈക്വൽ ടു ആണ്. സോ ഇങ്ങനെ വരും. ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഇത്രയും നേരം അതിന്റെ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞ? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇതിന്റെ മീനിങ് എന്ത് തന്നെയാണെടാ? നമുക്ക് നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മോളിൽ മാത്രം, എക്സ് ആക്സിസിന്റെ മുകളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഷെയ്ഡ് ചെയ്താൽ. അതായത് ഇത്രയും പോർഷൻ മാത്രം നമ്മൾ ഷെയ്ഡ് ചെയ്താൽ മതി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ ആലോചിക്കടാ, ഇത്രയും നേരം നമ്മൾ റിക്വേർഡ് ഏരിയക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇക്വേഷൻ എന്തായിരുന്നു? റിക്വേർഡ് ഏരിയക്ക് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ട് ഇന്റഗ്രൽ y dx. പക്ഷേ ഇവിടെ അത് ചെയ്യാൻ പാടില്ല. റീസൺ, ഇവിടെ തന്നേക്കുന്ന ലിമിറ്റ് എന്തിന്റെ ലിമിറ്റ് ആണല്ലോ? വൈയുടെ ലിമിറ്റാണ് തന്നിട്ടുള്ളത്. സോ റിക്വേർഡ് ഏരിയ ഒന്ന് മാറ്റി പിടിക്കണം. റിക്വേർഡ് ഏരിയ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാറ്റി പിടിക്കണം. ഇന്റഗ്രൽ എക്സ് ഡി വൈ എന്നാക്കണം. y dx എന്നുള്ളത് നേരെ തിരിച്ച് എക്സ് ഡി വൈ എന്നാക്കണം. ഇനി ലിമിറ്റ് എന്ത് കൊടുക്കണം? വൈയുടെ ലിമിറ്റ് വേണം നിങ്ങൾ കൊടുക്കാൻ. കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി. സോ കണ്ടുപിടിക്കാമല്ലോ. ഇപ്പൊ ഇതിലെന്താ കണ്ടുപിടിക്കാനുള്ള? എക്സ് ആണ് കണ്ടുപിടിക്കുക. എത്രയും നേരം y കണ്ടുപിടിച്ചു. ഇതിലപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. നമുക്കറിയാം എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4y ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? √4y അല്ലേ? 4ന്റെ റൂട്ട് ഉണ്ട്. 2√y എന്ന് എഴുതി കൂടെ? എഴുതാം, ധൈര്യമായിട്ട് നിങ്ങൾക്ക് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു 2√y. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ഇന്റഗ്രൽ വൈയുടെ ലിമിറ്റ് എത്രയാണ്? y 2 to 4. കാരണം വൈയുടെ ലിമിറ്റ് 2 to 4 അല്ലെ? ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് 2നെ പുറത്തിട്ട് √y ഇൻറ്റു അതിന്റെ കൂടെ dy ആണ്, dx അല്ല. കാരണം പുതിയ ഇക്വേഷൻ ആണത്. 2 കോൺസ്റ്റന്റ് ആണ് പുറത്തിട്ടത്. പഴയ പോലെ ആയില്ലേടാ? എല്ലാ ക്വസ്റ്റിനും പഴയ പോലെയാണ്. നിങ്ങൾ ആ ഒരു ചേഞ്ച് ചെയ്തെടുക്കുന്നതിന്റെ ആ ഒരു പാടേ ഉള്ളൂ. അപ്പൊ ഇന്റഗ്രൽ 2 to 4, 2നെ പുറത്തിട്ടു, √y-നെ നമുക്ക് y raised 1/2 ഇൻറ്റു dy എന്ന് എഴുതി കൂടെ? ഇനി അത് ഇന്റഗ്രേറ്റ് ചെയ്തുകൂടെ? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? y raised 3/2/3/2 എന്ന് കിട്ടത്തില്ലേ? ലിമിറ്റ് എന്താണ്? 2 to 4 അല്ലേ? 3/2നെ പുറത്ത് എഴുതി കൂടെ? 2/3. 2 പുറത്തുണ്ട്, വീണ്ടും 2/3 എന്ന് എഴുതുക. എന്ത് കിട്ടും? y raised 3/2 എന്താണെടാ? 2 to 4 എന്ന് കിട്ടത്തില്ലേ? ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതിയടാ? ഇന്റഗ്രേറ്റ് ചെയ്യടാ. ശ്രദ്ധിച്ച് ഇന്റഗ്രേറ്റ്. ഡൗട്ട് വരാതെ ഇന്റഗ്രേറ്റ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കോ. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പോകണം, എൻ്റെ കൂടെ ചെയ്ത് പോണേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പീഡ് കിട്ടും. 4/3 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കടാ 4 raised 3/2 മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? 2 raised 3/2 എന്ന് തന്നെ കിട്ടും അല്ലേ? ലോവർ ലിമിറ്റ്
അതായത് 4/3. 4⁻³ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. 2 സ്ക്വയർ ഇൻറ്റു 3/2. മറ്റേതിനെ എന്താണ് √2 സ്ക്വയർ ഇൻറ്റു 3/2. നേരത്തെ ചെയ്ത സെയിം പരിപാടി കേട്ടാ, വേറെ ഒന്നുമില്ല. 2 ഇൻറ്റു എല്ലാം കട്ട് ചെയ്യാം. നമുക്കിപ്പോൾ 4/3 ഇൻറ്റു എന്ത് കിട്ടും? 2³ മൈനസ് √2³ എന്ന് കിട്ടും അല്ലേ? എന്താണ് 4/3? 2³ എന്ന് പറഞ്ഞാൽ എന്താണ്? 8. √2³ എന്താണ്? 2 √2. √2 ഇൻറ്റു √2 ഇൻറ്റു √2. √2 ഇൻറ്റു √2 2 2 √2. ഇനി 4നെ എടുത്ത് അകത്ത് മൾട്ടിപ്ലൈ ഇടാം. എന്ത് കിട്ടും? 32 മൈനസ് 8 √2. ആ 4 എടുത്ത് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ യൂണിറ്റ്സ്. എല്ലാത്തിൻ്റെ കൂടെ സ്ക്വയർ യൂണിറ്റ്സ് എന്ന് നമ്മൾ ചേർക്കണം. അതാണ് ആൻസർ. ക്ലിയർ ആയോടെ? എളുപ്പമല്ലേ? ഭയങ്കര സിമ്പിൾ അല്ലേ? സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സിമ്പിളാണ് കാര്യം. മനസ്സിലായില്ലേ? നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ 4 ശ്രദ്ധിച്ച് ചെയ്യുക. x² / 16 + y² / 9 = 1. ഒക്കെ നമുക്കൊന്ന് ചെയ്യാം, ചെയ്തു വരാം. ശ്രദ്ധിച്ചിരിക്കുക. x² / 16 + y² / 9 = 1. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അവര് ഇക്വേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ. എല്ലാ ക്വസ്റ്റ്യനും ഫൈൻഡ് ഏരിയ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ക്വസ്റ്റ്യനിലും അങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കാത്തത്. നമുക്ക് ആ കണ്ടീഷൻ മാത്രം നോക്കണം. സോ ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഇതല്ലേ, x² / a² + y² / b² = 1 എന്ന് പറഞ്ഞ ഫോർമാറ്റ് ആണ്. ഇവിടെ ഏതാണ് ഗ്രേറ്റർ? a² > b² ആണ്. അപ്പൊ നമ്മുടെ എലിപ്സിന്റെ ഷേപ്പ് ഏത് ഷേപ്പ് ആയിരിക്കും? ഈ ഷേപ്പ് ആയിരിക്കും അല്ലെ? എലിപ്സിന്റെ ഷേപ്പ് ഏതായിരിക്കും? സോ ഇവിടെ എ എത്രയാണ്? a² 16 ആണ്. അപ്പൊ എ എത്രയായിരിക്കും? 4 ആണ്. അതേപോലെ b² 9 ആണ്. അപ്പൊ ബി എത്രയായിരിക്കും? 3 ആണ്. അപ്പൊ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഒരു കാര്യം കാണാതെ പിടിക്കാൻ പറഞ്ഞ്, ഇവിടുത്തെ കോർഡിനേറ്റ്സിന്റെ ഫോർമുല. ഇവിടുത്തെ കോർഡിനേറ്റ്സ് 0b ആണ്. അതായത് 0b എത്രയാണ്? 3. ഇവിടെ 0 3. ഇവിടെ എന്ന് പറഞ്ഞാൽ a0 ആണ്. a എത്രയാണ്? 4. ബി എത്ര? a0 4 0. ഇത് ഞാൻ കാണാതെ പഠിക്കാൻ പറഞ്ഞു. ഇത് എന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലോ. ഇതൊന്ന് കാണാതെ പഠിക്കുക, പഠിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ്. വേറെ ഒന്നും ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. അതിന്റെ മീനിങ് നമുക്ക് എന്ത് മാത്രം കണ്ടുപിടിക്കണം? ഇത്രയും പോർഷനും നമുക്ക് എന്ത് ചെയ്യണോടാ? കണ്ടുപിടിക്കണം. പക്ഷെ നമ്മൾ ഇത്രയും പോർഷൻ കണ്ടുപിടിക്കത്തില്ല. ആസ് പെർ ദ ക്വസ്റ്റ്യൻ നമുക്ക് ഇത്രയും പോർഷൻ കണ്ടുപിടിക്കാം. പക്ഷേ നമ്മൾ ഇത്രയും പോർഷൻ കണ്ടുപിടിക്കത്തില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോണേ. ഞാൻ ഒന്നും കൂടെ ഷെയ്ഡ് ചെയ്യാം, നോക്കിക്കോ. നമ്മളിതാ ഇത്രയും പോർഷൻ മാത്രം കണ്ടുപിടിക്കും. ഇത്രയും പോർഷൻ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ പോർഷൻ മാത്രം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് 4 ക്വാഡ്രന്റും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് പോർഷൻ മാത്രം കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്യുമ്പോൾ 4 കിട്ടിക്കോളും. ഓക്കെ, കാരണം ക്വസ്റ്റ്യനിൽ ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് 4 ക്വാഡ്രന്റും കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്യും. സോ നമുക്ക് ചെയ്യാടാ, ശ്രദ്ധിച്ചോടാം. ഇവിടെ ശ്രദ്ധിക്കുക, റിക്വയർഡ് ഏരിയ. ഞാൻ വീണ്ടും പറയുന്നു, ഇക്വേഷന് മാറ്റമൊന്നുമില്ല. എന്താണ്? ഇന്റഗ്രൽ y dx, എക്സിന്റെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, y കണ്ടുപിടിക്കണ്ടേ? അതാണ് ടാസ്ക്. y കണ്ടുപിടിക്കണം. y എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? x² / 16 + y² / 9 = 1. സോ y² / 9 നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇട്ടിട്ട് x² / 16 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. സോ 1 മൈനസ് എന്ത് കിട്ടും? x² / 16 കിട്ടും. LCM എടുക്കടാ, എന്ത് കിട്ടും? 16 മൈനസ് x² / 16 എന്ന് കിട്ടും അല്ലേ? ഇനി അപ്പോൾ y² = 9 കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 9 × 16 മൈനസ് x² / 16 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ y² = 9/16. ഓക്കെ, y² വാല്യൂ കിട്ടി. ഇനി y കണ്ടുപിടിച്ചാൽ മതി അല്ലേ? എന്ത് ചെയ്താൽ മതി? y = നമുക്ക് എന്തെടുത്താൽ മതി? റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് 9/16 × 16 മൈനസ് x². y കണ്ടുപിടിക്കുന്ന ടാസ്ക് ഇച്ചിരി പാട് തന്നെയാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. 9/16 നമുക്ക് പുറത്തെടുക്കാം, കാരണം അതിന് റൂട്ട് ഉണ്ട്. എന്താണ്? 3/4 ഉണ്ട്. ബാക്കിയുള്ളതിന് മാത്രം റൂട്ട് ഇട്ടാൽ മതി. 16 മൈനസ് x². ഇപ്പോൾ y കിട്ടി. ഓക്കെ, y കണ്ടുപിടിക്കുന്ന ഇച്ചിരി ടാസ്ക്കാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. y കിട്ടിയാൽ നിങ്ങൾക്ക് ആൻസർ വളരെ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ റിക്വയർഡ് ഏരിയ എന്താണ്? ഇന്റഗ്രൽ. y കിട്ടിയല്ലോ. എന്താണ്? 3/4 പുറത്തിടാൻ, കോൺസ്റ്റന്റ് ആണ്. റൂട്ട് ഓഫ് 16 മൈനസ് x² ഇൻറ്റു എന്താണ്? dx. എക്സിന്റെ ലിമിറ്റ് ശ്രദ്ധിക്കടാ. എക്സിന്റെ ലിമിറ്റ് നമ്മുടെ ഫിഗർ ഇതല്ലേ? ഫിഗറിൽ സെന്റർ പോയിന്റ് 0 0 അല്ലേ? ഇവിടെ 4 0 അല്ലേ? ഇത്രയും നോക്കിയാൽ മതി. ഇവിടെ ഇത് XY എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഇവിടെയും കറസ്പോണ്ടിങ്ങിൽ XY എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അപ്പൊ എക്സ് ഏതോട്ട് ഏത് വരെയാണ് വേരി ചെയ്യുന്നത്? 0 മുതൽ ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 0 ആണ്. പിന്നെ അങ്ങ് അറ്റത്തെ പോയിന്റിൽ എന്താണ്? എക്സിന്റെ വാല്യൂ 4 ആണ്. അപ്പൊ എക്സിന്റെ വേരിയേഷൻ എവിടെയാണ്?
0 മുതൽ 4 വരെയാണ് എന്ത് ചെയ്യുന്നത് എക്സ് വേരി ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സിന്റെ വേരിയേഷൻ 0 to 4 ആണ്, ശ്രദ്ധിക്കുക. കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നിസ്സാര പണിയല്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഇന്റഗ്രേഷൻ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. കാരണം 3/4 ഇൻറ്റു ഇന്റഗ്രൽ 0 to 4 റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് അല്ലേ. അപ്പൊ എടാ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഉണ്ട്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമാറ്റ് ആണ്. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/a. ഇതാണ് ഇന്റഗ്രേഷന്റെ ഫോർമുല. സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് സി എന്നുണ്ട്. പ്ലസ് സി ഒന്നും വേണ്ട, നമുക്ക് ബാക്കി ഇത്രയും മതി. കാരണം നമ്മളൊരു വാല്യൂയിലോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് പ്ലസ് സി ഇട്ടൊന്നും കാണിക്കണ്ട. ഇത്രയും മതി. ഈ ഫോർമുല അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. 3/4 ഇൻറ്റു ഇന്റഗ്രൽ, ഇനി ഇടണ്ട, ഇന്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്റഗ്രൽ സിമ്പിൾ ഇടണ്ട, ബ്രാക്കറ്റ് ഇട്ടാൽ മതി. x/2. x/2 ഇവിടെ എക്സിന് എക്സ് തന്നെയാണ്. x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 16 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2, അതായത് 16/2. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്, അറിയാലോ. 16/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എന്താണ്? സൈൻ ഇൻവേഴ്സ് x/a. എക്സ് തന്നെയാണ്. എ എന്താണ്? എ സ്ക്വയർ ആണ് 16. അപ്പൊ എ എന്തായിരിക്കും ഇവിടെ? 4 ആയിരിക്കും. 16ന്റെ സ്ക്വയർ റൂട്ട്. അപ്പം ഇതാണിത്. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എന്താണ്? 0 to 4. ഓക്കെ, വളരെ പതുക്കെ വേണം ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ, കാരണം തെറ്റാൻ ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. 3/4 ഇൻറ്റു, ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് എന്താണ് ഇവിടെ? 4 ആണ് അപ്പർ ലിമിറ്റ്. 4 കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണ് എടാ, 4 കൊടുക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട് നോക്കിക്കോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു അനാലിസിസ് ആണ് പഠിപ്പിക്കുന്നത്, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് പാർട്ടിൽ എക്ക് എക്സിന് 4 കൊടുക്കുകയാണ് കേട്ടോ, അപ്പർ ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നോക്കടാ, 16 മൈനസ് എക്സ് സ്ക്വയർ അല്ലെ, 16 മൈനസ് എക്സ് സ്ക്വയർ, അത് 16 മൈനസ് 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 16 മൈനസ് എന്താണ്? 16 തന്നെയാണ്. 16 മൈനസ് 16 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. 0 കിട്ടുമ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് എന്തായി പോകണം? ഈ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് എന്താകും? 0 ആകും. കാരണം 0 ഇൻറ്റു x/2 എന്താണ്? 0 ആണ്. മനസ്സിലായില്ലേ? റൂട്ടിനകത്ത് ചെയ്യുമ്പോൾ തന്നെ ആ പാർട്ട് കംപ്ലീറ്റ് 0. അപ്പൊ സെക്കൻഡ് പാർട്ട് മാത്രം ആലോചിച്ചാൽ മതി. സെക്കൻഡ് പാർട്ടിൽ നിങ്ങളൊന്ന് ചിന്തിക്കടാ. 16/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. സൈൻ ഇൻവേഴ്സ് 4/4, അതായത് സൈൻ ഇൻവേഴ്സ് എന്താണ്? 1. ആലോചിക്ക്, സൈൻ ഇൻവേഴ്സ് എന്താണ്? ഒന്ന് ആലോചിച്ച് ചെയ്ത്. സൈൻ ഇൻവേഴ്സ് 1. സൈൻ ഇൻവേഴ്സ് 1 എന്ന് തന്നെ നമുക്ക് എഴുതിയിടാം, കാരണം സൈൻ ഇൻവേഴ്സ് 1-ന് വാല്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് മാറ്റാത്തത്. ഓക്കെ, ഇപ്പൊ അപ്പർ ലിമിറ്റ് കംപ്ലീറ്റ് ചെയ്ത്. മൈനസ്, ഇനി ലോവർ ലിമിറ്റ് ആണ് കൊടുക്കാറുള്ളത്. ലോവർ ലിമിറ്റ് എന്താണുള്ള? 0 ആണ് ലോവർ ലിമിറ്റ്. സോ ഫസ്റ്റ് പാർട്ട് വീണ്ടും ചെക്ക് ചെയ്യടാ. x/2. എക്സിന് 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട് വീണ്ടും എന്തായി മാറുകയാണ്? ഫസ്റ്റ് പാർട്ട് വീണ്ടും 0 ആയി, കാരണം ലോവർ ലിമിറ്റ് ആയിട്ടുള്ള വാല്യൂ നമ്മുടെ ഈ എക്സിന് കൊടുക്കുമ്പോൾ തന്നെ ഈ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് എന്തായി മാറും? ഫസ്റ്റ് പാർട്ടിൽ ആ എക്സിൻ്റെ അവിടെ 0 കൊടുക്കുമ്പോൾ ദ 0 ഇൻറ്റു ദാറ്റ് ടേം വിൽ ബി വാട്ട്? 0. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. സോ മൈനസ് ഉണ്ട്. മൈനസ് ഫസ്റ്റ് പാർട്ട് എന്ത് കിട്ടി? 0 കിട്ടി. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. സോ ഫസ്റ്റ് പാർട്ട് വീണ്ടും 0 കിട്ടി. സെക്കൻഡ് പാർട്ട് എന്താണ്? 16/2 സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 0 എന്താണ് അവിടെ? 16/2 സൈൻ ഇൻവേഴ്സ് x/4. x/4 ആണ്. ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 കൊടുക്കുകയാണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 0 എന്ത് തന്നെയാണ്? 0 ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കിയാൽ മതി. അതായത് 3/4 ഇൻറ്റു കഴിഞ്ഞ പരിപാടി 8 സൈൻ ഇൻവേഴ്സ് 1 അല്ലേ, 8 സൈൻ ഇൻവേഴ്സ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 3/4 ഇൻറ്റു 8 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? π/2. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ 4ഉം 8ഉം കട്ട് ചെയ്ത് 2 ആക്കാം. 2ഉം 2ഉം കട്ട് ചെയ്തൂടെ? π/2 ആണോ? 3 എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇല്ല, പ്രശ്നമൊന്നുമില്ല, കറക്റ്റാ. അപ്പം കറക്റ്റാ നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റാ.
അപ്പോൾ എന്ത് കിട്ടും? 6 പൈ ബൈ 2. വീണ്ടും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 പൈ എന്ന് കിട്ടും അല്ലേ? 3 പൈ സ്ക്വയർ യൂണിറ്റ്സ് അല്ലേ? കറക്റ്റാ, 3 പൈ സ്ക്വയർ യൂണിറ്റ്സ്. പക്ഷേ ശ്രദ്ധിക്കുക, റിക്വയർഡ് ഏരിയ 3 പൈ ആണോ? ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്വാർട്ടറിന്റെ മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ? ആൻസറിനോട് നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 4 ക്വാർട്ടറിന്റെ നമുക്കുണ്ട്. സോ റിക്വയർഡ് ഏരിയയിലൂടെ ഞാൻ പറഞ്ഞു ഇൻറ്റു 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്താലേ ആൻസർ കിട്ടത്തുള്ളൂ. അപ്പൊ റിക്വയർഡ് ഏരിയയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 3 പൈയുടെ കൂടെ 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 12 പൈ എന്താണ്? സ്ക്വയർ യൂണിറ്റ്സ്. ഇതാണ് ആൻസർ, 12 പൈ സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നമുക്കപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, 5ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ലെങ്തി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടുത്ത സെക്ഷനിൽ എടുക്കാൻ വിചാരിച്ചത്. എല്ലാം കൂടെ കേട്ടാൽ നിങ്ങൾ എക്സോസ്റ്റഡ് ആയി പോകും. അതുകൊണ്ടാണ് തൊട്ടടുത്ത സെക്ഷൻ മാത്രം ഞാൻ അടുത്ത ദിവസം എടുത്തു തരാം. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. അപ്പോൾ അടുത്ത ക്ലാസ് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും കൂടെ നിങ്ങൾ കാണാൻ മറക്കല്ലേ. ഞാൻ എല്ലാം ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്ന എഫോർട്ട് നിങ്ങളും കൂടെ എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാം കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ x²/4 + y² 9 = 1. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? x² / 4 + y² 9 = 1. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, x² / b² + y² / a² = 1. ഇവിടെ ഡിനോമിനേറ്റർ ഏതാണ് വലുത്? വൈയുടെ ഡിനോമിനേറ്റർ ആണ് വലുത്. ഇവിടെയും a² > b² തന്നെയാണ്. പക്ഷേ a² എവിടെയാണ് വരുന്നത്? വൈയുടെ അടിയിലാണ് വരുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ എക്സിന്റെ അടിയിലാണ് വന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണെടാ, ഇത് എലിപ്സ് തന്നെയാണ്. പക്ഷെ എലിപ്സിന്റെ ഡയറക്ഷൻ മാറി വരുന്ന എലിപ്സാണ്. അതായത് ഇങ്ങനെ ഇരിക്കും എലിപ്സ്. ഒരുമാതിരി ഒരു എലിപ്സിന്റെ ഷേപ്പ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, എളുപ്പമാണ് കേട്ടോ. ഇത് ഇച്ചിരി ലെങ്തിയാണ് എങ്കിലും എളുപ്പമാണ്, കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. അപ്പൊ ഈ പോയിന്റ് എന്താണ്? എയുടെ വാല്യൂ എത്രയാടാ? a² 9ഉം a എന്താണ് 3ഉം, അതേപോലെ b² 4ഉം b എന്താണ് 2ഉം അല്ലെ? സോ ഈ പോയിന്റ് എന്തായിരിക്കും? ഇതെന്ന് പറഞ്ഞാൽ 0a ആണ്. 0a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. ഇത് b0 ആണ്. b എത്രയാണ്? 2 0. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞാണ്. ഇതിലും പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിലെ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഫുൾ പോർഷൻ വിൽ ബി ദ റിക്വയർഡ് ഏരിയ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കൂടെ മെനക്കെട്ട് കണ്ടുപിടിക്കാൻ നിൽക്കത്തില്ല. ഫസ്റ്റ് ക്വാർട്ടറിന്റെ മാത്രം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യൂടാ? ഇൻറ്റു 4 മൾട്ടിപ്ലൈ ആണ് നമുക്ക് ആൻസർ കിട്ടും. സോ ഫസ്റ്റ് ക്വാർട്ടറിന്റെ കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് ഇൻറ്റു 4 മൾട്ടിപ്ലൈ നിങ്ങൾ വിട്ടു പോകരുത്. ഇതും ഒരുപാട് ആൻസർ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ലാസ്റ്റ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ട് അവസാനം 4 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യത്തില്ല, 4 സ്കിപ്പ് ചെയ്യും. 4 മൾട്ടിപ്ലൈ ആയാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും. പക്ഷേ മാർക്ക് ഒരുപാട് കട്ടാകും കേട്ടോ. ഫൈനൽ ആൻസർ നോക്കുന്ന ടീച്ചേഴ്സാണ്. എക്സാമിനൊക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് ഫൈനൽ ആൻസറാണ് നോക്കി പോകുന്നതെങ്കിൽ ടീച്ചർ ശ്രദ്ധിക്കത്തോലുമില്ല. ആൻസർ തെറ്റാണെന്ന് കാണുമ്പോൾ അപ്പോഴേ വെട്ടിക്കളയും. ചില സാറന്മാരാണെങ്കിൽ ഒരു മാർക്കൊക്കെ കട്ട് ചെയ്യത്തുള്ളൂ. ചിലർ അവർക്ക് കാര്യം മനസ്സിലായെങ്കിൽ അവർ അങ്ങനെ കട്ട് ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ പറ്റത്തില്ല കേട്ടോ. കാരണം ഒരു ദിവസമൊക്കെ കറക്റ്റ് ചെയ്യുന്ന പേപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ അവർ ഭയങ്കര ടയേർഡായിരിക്കും. അവർ മെനക്കെട്ട് എല്ലാ പോയിന്റ് ബൈ പോയിന്റ് നോക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, എഴുതുമ്പോൾ നിങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ടും വളരെ നീറ്റ് ആയിട്ടും എഴുതി പോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു കുളവാക്കുന്നില്ല എങ്കിലും ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലും ഫോമുലയൊക്കെ പഴയത് തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഇക്വേഷൻ എന്താണ്? x² / 4 + y² / 9 = 1. ഓക്കെ, ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ y dx. എക്സിന്റെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം അല്ലേ? എക്സിന്റെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? വൈ കണ്ടുപിടിക്കാം. y² / 9 = നമുക്ക് എന്ത് എഴുതാം? 1 - x² / 4. റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. LCM കൂടെ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ 4 - x² / 4 എന്ന് കിട്ടും അല്ലേ? ഇനി y² = 9 കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 9 × 4 - x² / 4 ഇങ്ങനെ എഴുതാമല്ലോ അല്ലേ? ഒരു പ്രശ്നമല്ല, ഇങ്ങനെ എഴുതാം. ഇനി y = റൂട്ട് എടുക്കാം. റൂട്ട് ഓഫ് എന്താണ്? 9/4 × x4 - എന്താണ് x² അല്ലേ? 9/4 × 4 - x². ഇത് 9/4 നമുക്ക് പുറത്തെടുത്തൂടെ, കാരണം അതിന് റൂട്ട് ഉണ്ടല്ലോ. 3/2 × √4 - x². ഓക്കെ, വൈയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ 3/2 പുറത്തിടാം. റൂട്ട് ഓഫ് എന്താണ്? 4 - x². എക്സിന്റെ ലിമിറ്റ്സ് നേരത്തെ പോലെ തന്നെയാണ്. എക്സിന്റെ ലിമിറ്റ്സ് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. സെന്റർ പോയിന്റ് എന്താണ്? 0 0.
ഈ സെൻറ്റർ പോയിന്റ് എന്താണ്, ഒരു എക്സ് വൈ കോർഡിനേറ്റ് തന്നെയാണ്. ഇതും എന്താണ്, ഒരു എക്സ് വൈ കോർഡിനേറ്റ് തന്നെയാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ തൊട്ട് ഇങ്ങനെ, അതായത് 0 മുതൽ 4 വരെ, എക്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ലിമിറ്റ് 0, അവിടെ നിന്ന് ഏത് വരെയാണ് 2 വരെ ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തിരിച്ചും ചിന്തിക്കാം, മേളിലോട്ടുള്ള ഡയറക്ഷനിലും എടുക്കാം. അങ്ങനെ എടുക്കാത്തതിൻ്റെ റീസൺ ഇത് എക്സ് വൈ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും, ഇവിടെ താഴെ 0 മുകളിൽ 0, 0 to 0 മാപ്പിംഗ് ആയിപ്പോൾ. അതുകൊണ്ടാണ് എടുക്കാത്തത്. കാരണം ആൻസർ മൊത്തത്തിൽ 0-ലോട്ട് പോകും. അങ്ങനെ വരാതിരിക്കാനാണ് അങ്ങനെ എടുക്കാത്തത് കേട്ടോ. നമ്മൾ താഴത്തെ എക്സ് ആക്സിസിൻ്റെ തന്നെ എടുത്തത് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഇൻറ്റു എന്താണ്, ഡി എക്സ്. ഇതെന്താണ്, ഇൻ്റഗ്രേഷൻ്റെ ഫോർമുലയാണ്. നേരത്തെ പറഞ്ഞ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എന്താണ്, a² - x². എന്താണെടാ അത്, x/2 ഇൻറ്റു റൂട്ട് ഓഫ് a² - x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് എന്താണെടാ, x/a പ്ലസ് ചെയ്യുന്നുണ്ട്. അത് വേണ്ട, കാരണം നമുക്കൊരു വാല്യൂയിലോട്ടാണ് ഫൈനലി പോകാനുള്ളത്. അതുകൊണ്ട് പ്ലസ് സി എന്ന് പറഞ്ഞ സാധനം വേണ്ട, അപ്ലൈ ചെയ്യാം. എക്സിൻ്റെ ലിമിറ്റ്സ് അപ്പോൾ എത്രയാണ്, 0 to 2 അല്ലേ, 2, 0 to 2. അതായത് എഴുതാൻ മറന്നു, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് 3/2. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അപ്ലൈ ചെയ്യുക. x/2 എന്ന് പറയുമ്പോൾ എന്താണ്, 2/2 അല്ലേ, സോറി, x/2 തന്നെയാണ്. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് x² - a², a² - x², 4 - x² പ്ലസ് a²/2, അതായത് 4/2 സൈൻ ഇൻവേഴ്സ് x/a, x/ എന്താണ്, a എന്ന് പറഞ്ഞാൽ 2, അപ്പർ ലിമിറ്റ് 0 to 2, ലിമിറ്റ് 0 to 2. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഒന്ന് ഇതും ട്രയൽ ചെയ്താൽ മതി, മെനക്കെട്ട് ചെയ്യാൻ നിൽക്കരുത്. അപ്പർ ലിമിറ്റ് ചെയ്യുക. അപ്പർ ലിമിറ്റ് 2 ആണ്. അപ്പർ ലിമിറ്റ് ചെയ്യുമ്പോൾ ഈ റൂട്ടിനകത്തുള്ള ടേമിൽ 2 എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2² വരുമ്പോൾ അത് 4 ആവും. അപ്പോൾ 4 - 4 ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ടേം എന്ത് കിട്ടൂടാ, 0 കിട്ടും അല്ലേ. പിന്നെ സെക്കൻഡ് പാർട്ടി ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ, സെക്കൻഡ് പാർട്ടി ചെയ്യുമ്പം 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 4/2 2 സൈൻ ഇൻവേഴ്സ് എക്സിന് 2 അല്ലേ, 2/2 ചെയ്യുമ്പോൾ 1, 2 സൈൻ ഇൻവേഴ്സ് 1. ഓക്കെ, ഫസ്റ്റ് പാർട്ട് കിട്ടി. മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ 0. ഈ ഫസ്റ്റ് പാർട്ട് ഈ എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും, 0 ഇൻറ്റു ദിസ് ടേം ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0 തന്നെ കിട്ടും. അപ്പോൾ 0 പ്ലസ് ഇവിടെ അകത്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടൂടാ, അകത്ത് കൊടുക്കുമ്പോൾ 2 സൈൻ ഇൻവേഴ്സ് എന്താണ്, 0 അല്ലേ. 4/2 2 സൈൻ ഇൻവേഴ്സ് x/2, അതായത് 0/2 എന്താണ്, 0 തന്നെയാണ്. ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ. നമുക്ക് ചെയ്യാം. 3/2 2 സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ ചെയ്തില്ലേ, 2 ഇൻറ്റു π/2, 2 അതേപോലെ ഇടുക. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2 മൈനസ് ആ രണ്ട് ടേംസ് 2 സൈൻ ഇൻവേഴ്സ് 0 എന്ത് തന്നെയാണ്, 0 ആണ്. അപ്പോൾ അത് മെനക്കെട്ട് ചെയ്യാൻ നിൽക്കുന്നത്, ഞാൻ ജസ്റ്റ് എഴുതിയേ ഉള്ളൂ, മെനക്കെട്ട് ചെയ്യാനൊന്നും നിൽക്കുന്നത്. അപ്പോൾ എന്തിട്ട് ഇവിടെ ഈ താഴത്തെ രണ്ട് 2 കട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് 3/2 π എന്ന് കിട്ടും. ഇതാണ് ആൻസർ, സ്ക്വയർ യൂണിറ്റ്സ്. പക്ഷേ വീണ്ടും ചിന്തിക്കണം, ഇതാണോ ആൻസർ, അല്ല. റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, റിക്വയർഡ് ഏരിയയിൽ ഇൻറ്റു 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, ഇൻറ്റു 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 3/2 π ഇൻറ്റു 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 4ഉം 2ഉം കട്ട് ചെയ്ത് 2 ആവും. നിങ്ങൾക്ക് 6 π സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. ഇതാണ് നിങ്ങളുടെ റിക്വയർഡ് ഏരിയ. കാരണം റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, 4 ക്വാഡ്രന്റ് ഉള്ളതുകൊണ്ട് 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണും. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. വളരെ ഉടനെ പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായാലും അടുത്ത വീഡിയോ ശ്രദ്ധിച്ചിരിക്കുക. കാരണം കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ടഫ് ഒന്നും അല്ലടാ, കുറച്ച് ലെങ്തിയാണ്. ഇതേപോലെയൊക്കെ തന്നെയാണ്. കാരണം ഈ വൈ കണ്ടുപിടിക്കുന്ന കാര്യമുണ്ടല്ലോ, അത് കുറച്ചൊരു നാക്ക് വേണം. അല്ല നമ്മൾ ചുമ്മാ പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ കിട്ടത്തില്ല. ഒരു പ്രത്യേക രീതിയിൽ സോൾവ് ചെയ്ത് തരണം, എങ്കിലേ അത് കിട്ടത്തുള്ളൂ. സോ ആ വൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ലെങ്ത് അത്രയേ ഉള്ളൂ. ഫോർമുലയും കോൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. വൈ കണ്ടുപിടിക്കാനുള്ള ലെങ്ത്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.